നല്ല യങ്ങായിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്തവരാരല്ലേ? നല്ല യുവത്വം തുളുമ്പി നിൽക്കുന്ന ആളുകളായിട്ട് ആ വൈറ്റ് ബോയ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? ചായ കുടി വൈബ് എന്നും പറഞ്ഞ് അതൊരു പതിവാക്കുന്നുണ്ടോ? ഹലോ, ലൈഫ് കോച്ച് ആനയാണ് നിങ്ങളുടെ കൂടെ. നമ്മൾ എന്നും യങ്ങായിട്ടിരിക്കാൻ യുവത്വം തുളുമ്പി നിൽക്കാനും പറ്റി ഏറ്റവും ബെസ്റ്റ് ഫ്യൂ മെത്തേഡ്സ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. പുതിയ കാര്യങ്ങൾ പഠിക്കുക നമ്മുടെ ബ്രെയിനിന് ഒരു സംഭവം തന്നെയാണ്. അത് നമ്മുടെ ബ്രെയിനിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാക്കാൻ സഹായിക്കും. അതോടുകൂടി തന്നെ നമ്മളെ ഓർമ്മശക്തി കൂട്ടാനും യങ്ങായിട്ടിരിക്കാനും അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അടുത്തത്, ഫോക്കസ് അറ്റ് വൺ തിങ് അറ്റ് എ ടൈം. മുന്നൊക്കെ CV മൾട്ടി ടാസ്കിങ് പവർ എന്ന് പറഞ്ഞ് എഴുതുന്നത് ഒരു സംഭവമായിട്ടാണ്. എന്നാൽ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് അതൊരാളെ കൊല്ലിയാണെന്നാണ്. ഒരു സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് സ്ട്രെസ് വരാനും കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനും അത് നമ്മളെ കൂടുതൽ പ്രായം തോന്നിപ്പിക്കാനും ഇടവരുത്തുന്നു, സ്ട്രെസ് കൂട്ടിയിട്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ പ്രസക്തിയുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് അടുത്തത്. സ്റ്റേ കണക്റ്റഡ് ടു ദ പീപ്പിൾ. നല്ല ആളുകളുമായിട്ടുള്ള ബന്ധം പുലർത്തുക. ചായ കൂടി വൈബ് എന്നും പറഞ്ഞ് ഏത് അന്തിപ്പാതിരാക്കും ഉറക്കം കളഞ്ഞ് കറങ്ങി നടന്ന് വൈബ് സെറ്റാക്കുന്ന കാലമൊക്കെ മാറിയിരിക്കുന്നു. അത് മാറ്റാത്തവർ ആണെന്നുണ്ടെങ്കിൽ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഒരു രസത്തിന് കൂടാം. നമ്മൾ ആരുടെ കൂടെയാണ് സമയം ചിലവിടുന്നത് എന്നുള്ളതും നമ്മുടെ സംഭാഷണങ്ങൾ നമുക്ക് ഉയർച്ച നൽകുന്നുണ്ടോ എന്നും ഇനി ഉയർന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ലൈഫിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതും ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. സ്വയം ചോദിക്കണം, ഈസ് ടൈം വിത്ത് എ റൈറ്റ് പേഴ്സൺ? ഞാൻ ശരിക്ക് ടൈം കൊടുക്കേണ്ട ആളുകൾക്ക് തന്നെയാണോ ടൈം കൊടുക്കുന്നത്? എൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി മാറ്റിവെക്കേണ്ട ടൈമാണോ ഞാൻ ഈ കളഞ്ഞു കുളിക്കുന്നത് എന്ന്? നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ അത് നല്ല ആളുകൾ മൊത്തമായിരിക്കണം. നമ്മൾ ഉയരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മൊത്തമായിരിക്കണം. നോ പറയേണ്ടി വരുമെന്നൊറ്റൊരു കാരണം കൊണ്ട് അർഹതയില്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ സമയം കൊല്ലുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, സ്ലീപ്പ് വെൽ, ഈറ്റ് റൈറ്റ്. ഒരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും ദയവ് ചെയ്ത് ഉറങ്ങാൻ മാക്സിമം ശ്രദ്ധിക്കണം. അത് എനിക്ക് കൂടി ബാധ്യസ്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. പരമാവധി ഉറക്കം നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും എത്ര ജിമ്മിൽ പോയിട്ടും വർക്കൗട്ട് ചെയ്തിട്ടും ഓടിയിട്ടും ഒന്നും നല്ല ഉറക്കമോ നല്ല ഭക്ഷണമോ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊരു ഗുണമില്ല. കൂടെ വൈറ്റ് പോയ്സൺ കുറച്ച് മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വൈറ്റ് പോയ്സൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഷുഗറാണ് ഉദ്ദേശിച്ചത്. വ്യായാമം ചെയ്യുക, അതും കൂടെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക. അടുത്തത്, എപ്പോഴും ക്യൂരിയസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേ ക്യൂരിയസ്. എന്നും ഒരു ക്യൂരിയോസിറ്റി വേണം ജീവിതത്തിൽ. അത് നമുക്ക് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ബി ആക്റ്റീവ്, സ്റ്റേ ക്യൂരിയസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.